ഇടുക്കി കാന്തല്ലൂരിൽ സ്വകാര്യ ഭൂമിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചരിഞ്ഞത്. സോളാർ വേലിയിൽ നിന്ന് വൈദ്യുതാഘാതം ഏറ്റെന്നാണ് പ്രാഥമിക നിഗമനം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇതിപ്പോൾ തുടർച്ചയാകുന്നു ഈ കാട്ടാന ചരിയുന്നത്. പ്രത്യേകിച്ച് ഈ വൈദ്യുതി വേലികൾ, അതിൽ കൂടുതൽ വൈദ്യുതി കടത്തിവിടുന്നതാണോ പ്രശ്നമാകുന്നത്? എന്താണ് വിവരങ്ങൾ? സ്മിത, കാന്തല്ലൂർ പുതുവെട്ട് ഭാഗത്താണ് കാട്ടാനയെ ഇന്നലെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ്. സ്മിത പറഞ്ഞ പോലെ തന്നെ സോളാർ വേലിയിലേക്ക് അമിത വൈദ്യുതി കടത്തിവിട്ടതാകാം ഈ അപകട കാരണം എന്നുള്ളതാണ് വനംവകുപ്പ് സംശയിക്കുന്നത്. ആന ചെരിഞ്ഞ ഷോക്കേറ്റും തന്നെയാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനവും. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ കാട്ടാനയാണ് ഇവിടെ ചെരിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദേശത്ത് നിരവധി ആനകളുണ്ട്. ഈ ആനകളെയെല്ലാം ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്താനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഈ കാട്ടാനകൾ ഇങ്ങനെ തുടർച്ചയായി ചെരിയുകയും ചെയ്യുന്നത്. ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തായതുകൊണ്ട് തന്നെ ആ സ്ഥലം ഉടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തേക്കും. അതുകൊണ്ട് ഈ സ്ഥലം ഉടമ ഒളിവിലാണ് എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.